നമ്മുടെ ബീഫ് ചുള്ളി. എന്താ ബീഫ് ചുളുങ്ങി പോവോ? ആ ചൂടും വാഴയുടെ ടേസ്റ്റും മല്ലിയുടെയും മുട്ടയുടെ അതും. ഒറ്റയ്ക്കിരിക്കുമ്പോഴെന്നും മനസ്സിൽ ഒത്തിരി ഒത്തിരി ദുഃഖം. എത്ര മറക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ അത്രയ്ക്കും വേരൂന്നി നിൽക്കുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോഴെന്നും മനസ്സിൽ ഒത്തിരി ഒത്തിരി ദുഃഖം. എത്ര മറക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ അത്രയ്ക്കും വേരൂന്നി നിൽക്കുന്നു. മണ്ണിൽ മനുഷ്യൻ്റെ മോഹങ്ങളെപ്പോഴും കണ്ണീരും കയ്പും ചവർപ്പും. ഇതാ എന്ത് ലഡു? കുഞ്ഞിലഡു. കുഞ്ഞിലടു. കുഞ്ഞിയാ? അതെ, കുഞ്ഞിലഡു കഴിച്ചോ? റവ ലഡു. ഭയങ്കര മധുരം. റവയുണ്ട്, കടലമാവുണ്ട്. ഒരു മിൽക്കി ടേസ്റ്റ്. കടലമാവ് മറ്റേ മാലാട് ഉണ്ടാക്കുന്ന പൊട്ടുകടലമാവില്ലേ അത്. ഞാനൊക്കെ മാലാട് ഉണ്ടാക്കി കൊടുത്തായിരുന്നു അമ്മായി. മാലാട് ഭയങ്കര ടേസ്റ്റായിരുന്നു. പാൽപ്പൊടിയൊക്കെ ഇവിടെ മൊത്തായി. ഓർമ്മയുണ്ട്. നല്ല ടേസ്റ്റ്, പക്ഷെ ഭയങ്കര മധുരം. പണ്ട് ചേച്ചി ഇങ്ങനെ നോൺ വെജ് ഒന്നും നല്ലതാണ്. പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തരുന്നത് അല്ലേ? ഗ്ലാസിൻ്റെ അകത്ത് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ മടിയായി. മടിച്ച് പണ്ട് ഈ ദീപാവലിയൊക്കെ വരുമ്പം സ്നാക്സാണ് ചേച്ചി ഫസ്റ്റ് ഉണ്ടാക്കണം. കഴിക്കാൻ ഉണ്ടാക്കും,
വാ മത്ത് കുടിക്കണം. മത്ത് കുടിക്കണം. വേണ്ട, പൊക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ മതി. എന്താ പൊട്ടിത്തെറിക്കണേ? ഗ്രാം അയ്യോ ഒറ്റ തിരി ഇരിച്ചാൽ മതി. ഞാൻ കേൾക്കാത്ത ഉള്ളി ഒരനുസരണയില്ല. കിഴങ്ങ് പ്രത്യേകമാണ് അവർക്ക്. വറുത്തത് പൊട്ടുവേ. അതെ. അന്ന് ഓർമ്മയുണ്ടല്ലോ. എന്നാ നീ പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ചിടാം പോരെ. അല്ലാതെ അതിന് ഇട്ട് നോക്ക് പൊട്ടുവോന്ന് അറിയാൻ വേണ്ടി. ഇല്ല, ഇതിൽ പൊട്ടൂല. അത് വെറും എണ്ണയിലിടുമ്പോൾ പൊട്ടുള്ളൂ. അങ്ങനെടാ. ഇനി മഞ്ഞപ്പൊടി, മീറ്റ് വളർത്ത മസാല. ഇതാണോ? അത് അറ്റത്ത്. അത് കുരുമുളക് പൊടി. മൂത്തില്ല അമ്മ? ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ടാവില്ല ഇപ്പൊ? തക്കാളി എടുക്കാം ആളു ഇട്ടോ. മാളു നീ പോയി ബീഫ് എടുത്തുണ്ടാ. മായി മറിക്കോ. മതി 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 മതി. ഇത് വേണ്ട. ഇതിട്ടാ അത് ഇതെങ്ങനെ കറിയാവും? പെരട്ട് മതിലിരിക്കണേ. ഇതിപ്പോ പെരട്ടും. മിണ്ടരുത്. എന്തുവാ? മിണ്ടരുത്. അങ്ങനെ. ഇതിപ്പോ ഞാൻ പെരട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കും. അപ്പൊ കറിയാവൂലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് വേറെയും പരിപാടി ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഒഴിച്ചോ മാള് വെള്ളം. മതി മതി. ഇളക്കണോ? ഞാൻ ഇളക്കണോ? നമ്മൾ ഉപ്പിട്ടില്ലല്ലോ. ഉപ്പിട്ട്. ഞാനില്ല രണ്ടോട്ട് ഉപ്പിട്ട് ഇട്ടാ. ബാമായി പുളിയാണോ? ശരിയാ. മൂന്നർക്ക് മൂന്ന് ഡിഫറെന്റ് കളർ. സ്വാദില്ലാത്ത പഴമല്ലേ? ഒരു സ്വാദില്ലാത്ത പഴം. രഹസ്യം പറയണ. ഒരു സ്വാദില്ലാത്ത പഴമല്ലേ? പക്ഷെ പ്ലം നല്ല പഴുത്തൊന്നും ഭയങ്കര ടേസ്റ്റ്. കൂട്ടത്തിൽ നല്ല കിട്ടിയ മാളൂന് മാത്രമേ ഉള്ളൂ.
ചേച്ചിക്ക് കുരു വേണോ തിന്നാൻ? എന്തിന്? ബദാം കണക്ക് ഇരിക്കണം. ട്രൈ ചെയ്ത് നോക്കാം. അയ്യേ വേണ്ട, കഴിക്കുന്നു. ഇത് വേണ്ട, അങ്ങനെയല്ല. നോക്കിത് വലുത്. മാളും അതും പൊട്ടിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അതിന്റെ അടിയിൽ നിന്നാ. ഇപ്പുറത്ത് വെക്കും മാളു. അമ്മ പോയി ചീനച്ചട്ടി എടുത്തോണ്ട് വരുമോ? കടുക് എടുക്കും മാളു. അല്ല, തേങ്ങ വറക്കണ്ടേ? തേങ്ങ വറക്കണം, കടുക് വറക്കണ്ടേ? എന്നാ തേങ്ങാക്കൊത്തില് അമ്മയ്ക്ക് വേണോ? എനിക്ക് വേണ്ട. ഉണ്ടോ? നിങ്ങൾ തട്ടിയാ പോരെ. തട്ടുമാളു. മുഖത്തടിക്കുന്ന തീ. സവാള ഇട്ടോ മാളു. നിക്ക് ഉണക്കമുളക് ഇടട്ടെ. ഇരട്ടാ നിക്ക് ഇതൊന്ന് ഇട്ട. ഇതൊന്നും ഇതായിക്കോട്ടെ. ഇതിലാണ് ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർക്കാൻ പോണത്. അയ്യോ, ഇതിലോ? ആ, ബീഫിലോട്ട്. ഇനി ഇട്ടോ. 4 തൊട്ടാണ് ഞാൻ ഇടാൻ പോണേ. ഇരട്ടല്ല പൊന്നു മോളെ. മല്ലിപ്പൊടി ഇടും. ഇതല്ലേ മുഴുവനിടരുത്. പിന്നെ എനിക്കിപ്പോ ഭയങ്കര ഭയമാണ് മാളു. ആരെങ്കിലൊക്കെ ഭയം ഉണ്ടല്ലോ. നന്നായി. ഇനി ഉലർത്ത് മസാല. തീ ഓഫാക്കിക്കോ അമ്മായി. തീ വേണ്ട. ഓഫാക്കെന്താ? ഉപ്പ്. ഇനിയാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. വിച്ച് വൺ? കായം. ഇതാണോ കായം? ബീഫിൽ കായം ഇട്ടിട്ട് കഴിച്ചിട്ടില്ലല്ലോ. ബീഫിൽ കായം ഇടൂല. അച്ചാറിലേ ഇടുള്ളൂ, അല്ലാണ്ട് ഇടൂല. ഇത് ചുള്ളി, നമ്മുടെ ബീഫ് ചുള്ളി. നേടൂ. പിന്നെന്താ ചേച്ചി കിട്ടിയിടോ? ഓക്കെ അല്ലേ? ഓക്കെ. എന്താണ് ഇനി നമുക്കിത് കിഴി കെട്ടണം. ഫ്രൈ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. കുറച്ചുകൂടെ കൊഴുക്കണം. ഇനി മല്ലിച്ചീര ഇടുക, അത്ര മാത്രമേ ഉള്ളൂ. ഗ്രേവി നിനക്ക് നല്ലോണം വേണ്ടേ? പിന്നെ ചിക്കൻ വെക്ക്. മുന്നൂർക്കും തികയല്ലോ. ഇത് ബുൾസ് ചെയ്ത് കമത്തി ഇടണോ നിവർത്തി ഇടണോ? കെട്ടുമ്പോ എന്തായാലും പൊട്ടും. അപ്പൊ കമത്തി ഇടണം. നിന്റെ സഹായം എനിക്ക് വേണം. എനിക്ക് 2 കയ്യേ ഉള്ളൂ. എനിക്കൊക്കെ 10 കൈ 8 കൈയൊക്കെ ആണല്ലോ. അയ്യോ, അമർത്തി കെട്ടരുത്, ഒരു പേരിന് മാത്രമേ കെട്ടാവൂ കേട്ടോ. ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. എന്താ? പിടി. സവാളയും മല്ലിച്ചീരയും എതറാൻ മറന്നുപോയി. നൈസ്. Okay, set. I finished.
എടുത്ത് വെക്കണം. അമ്മായിയുടെ ഇതെങ്ങനെ മാളു തിരിച്ചറിയ? അത് വലിയ കെട്ട്, അത് കുഞ്ഞു കെട്ട്, ഇത് ഇങ്ങനെ ഉണ്ടോ? അടയ്ക്കാൻ പറ്റുമോ? നീ പോയി ടേബിളൊക്കെ സെറ്റ് ചെയ്തോ, ഞാനിതൊന്ന് ആവി കയറ്റിച്ചിട്ട് കൊണ്ടുവരാം. ഓക്കേ. കിഴിപ്പൊറോട്ട തിന്നില്ല. അറിയില്ലല്ലോ നീ. ഇല്ല, പക്ഷെ ചട്ടിപ്പൊറോട്ട തിന്നിട്ടുണ്ട്. ചട്ടിപ്പൊറോട്ട നമ്മൾ പാൽപ്പൊറോട്ട ഉണ്ടാക്കിയത്. ഇത് ഇലയെ വെച്ച് കഴിക്കുന്ന നിർബന്ധ? അങ്ങനെയാണ് കഴിക്കാറെല്ലാരും. ഈ ഇല എടുത്ത് മാറ്റിയിട്ട് മറ്റേ ഇല വെച്ച് തിന്നാ കുഴപ്പമില്ല. അത് കൊള്ളാലോ പരിപാടി. ബുദ്ധി വേണം, ബുദ്ധി. ഇതാണ് എന്റെ അല്ല ചേച്ചിയുടെ അതാ, പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. ആണോ? അമ്മായിക്ക് മല്ലിച്ചീരേ ഇല്ല. സത്യം പറഞ്ഞാൽ മറന്നുപോയതാ. ബീഫ് ചുള്ളി വെച്ചൊരു കിഴി പൊറോട്ട. അടിപൊളി അടിപൊളി. കൊള്ളോ? ആ ചൂടും വാഴയുടെ ടേസ്റ്റും മല്ലിയുടെയും മുട്ടയുടെ അതും. മുട്ട പൊട്ടിയോ? എന്റെ ഓൾറെഡി പൊട്ടിയാണല്ലോ. ഇഷ്ടപ്പെട്ടോ? ചിക്കൻ എവിടെ? ചിക്കൻ പിച്ചിക്കറിട്ട്. ചിക്കൻ ഞാൻ ഫ്രണ്ടിൽ കിടക്കണല്ലോ. ചൂട്. തേങ്ങക്കൊത്ത് മുരിഞ്ഞോ? മരിഞ്ഞപ്പോഴല്ലേ നമ്മൾ ഉള്ളിട്ടാ. പക്ഷെ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് പാൽപ്പൊറോട്ടയാണ്. പാൽപ്പൊറോട്ട രക്ഷയില്ല. എന്റെ പൊന്നോ, എന്റെ പൊന്നെ, വായിൽ വെള്ളം ഊറി കഴിച്ചോണ്ടിരുന്നു നമ്മള് കഴിച്ചോണ്ടിരുന്നു. അതെ അതെ. ഇവളെപ്പോഴും പറയുമ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാത്തതെന്നാ അമ്മായി. എനിക്കിഷ്ടമുണ്ട്. എനിക്കിങ്ങനെ പൊറോട്ട കഴിക്കുകയാണെങ്കിൽ കറി ഇങ്ങനെ മുക്കിയെടുത്ത് കഴിക്കണം, മൊത്തത്തിൽ കുതിർത്ത് കഴിക്കണം. എനിക്കിഷ്ടമല്ല. പക്ഷെ അത് കൊള്ളാം. ആ ബുൾസൈ ഇടയ്ക്ക് കയറി വരുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? ഞാൻ ആദ്യമേ കഴിച്ചു.